വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായോസിന് യോഹന്നാൻ എഴുതിയ ലേഖനമാണ് യോഹന്നാൻ്റെ 3-ാം ലേഖനം. 5-ാം വാക്യത്തിൽ യോഹന്നാൻ ഗായോസിനെ സംബോധന ചെയ്യുന്നത് പ്രിയനെ എന്നാണ്. 11-ാം വാക്യത്തിലും പ്രിയനെ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ലേഖനത്തിൽ പ്രധാനമായ 3 വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്: ഗായോസ്, ദെമത്രിയോസ്, ദിയോത്രഫേസ്. ഇവരിൽ ഗായോസിനും ദെമത്രിയോസിനും യോഹന്നാൻ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഗായോസ് ഉത്തമ ക്രിസ്തീയ ജീവിതം നയിച്ച് സത്യത്തിൽ നടക്കുന്നവൻ എന്നും, ദെമത്രിയോസ് ഉത്തമ ക്രിസ്തീയ ജീവിതം നയിച്ച് നല്ല സാക്ഷ്യം കൊണ്ടവൻ എന്നുമാണ് പറയുന്നത്. എന്നാൽ ദിയോത്രഫേസിനെ കുറിച്ച് പറയുന്നത് ബലമായി അധികാരം പിടിച്ചെടുത്ത് സഭയെ ഭിന്നിപ്പിക്കുകയും ദൈവവേലയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തി എന്നാണ്. ദിയോത്രഫേസിൻ്റെ ജീവിതത്തിലുള്ള പ്രവൃത്തിയെ യോഹന്നാൻ ശാസിക്കുന്നു. വിശ്വാസകാലത്തിൽ നിൽക്കുന്ന നമ്മെക്കുറിച്ച് മറ്റുള്ളവർ നൽകുന്ന സാക്ഷ്യം എന്തായിരിക്കും? അഭിനന്ദനമാണോ അതോ ശാസനം ആണോ? നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആകമാനം പരിശോധിച്ച് കുറവുകളെ കണ്ടെത്തി അവയെ തിരുത്തി മുന്നേറുന്നതിന് തീരുമാനം എടുക്കുന്ന അവസരമായി ഈ പ്രഭാതധ്യാനം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആരംഭത്തിൽ ഉപദേഷ്ടാക്കന്മാർ പട്ടണം തോറും സഞ്ചരിച്ച് പുതിയ സഭകൾ സ്ഥാപിക്കുവാൻ അധ്വാനിച്ചിരുന്നു. അവരുടെ യാത്രയിൽ അവർ പാർത്തിരുന്നത് സഹവിശ്വാസികളുടെ അതിഥികളായിട്ടായിരുന്നു. ഇങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാരെ സ്വന്തം വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് വേണ്ടി വിശ്വസ്തയോടെ അധ്വാനിക്കുകയും സത്യത്തിൽ നടക്കുകയും ചെയ്യുക എന്നത് ഗായോസിൻ്റെ പ്രത്യേകതയായിരുന്നു. 3 യോഹന്നാൻ 3-5 വരെ. ഓരോ വിശ്വാസിയെക്കുറിച്ചുമുള്ള ദൈവേഷ്ട ഇത് തന്നെയാണ്. വിശ്വാസി സത്യത്തിൽ നടക്കണം, സത്യം സംസാരിക്കണം, സത്യത്തിന് വേണ്ടി അധ്വാനിക്കണം. സത്യത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആത്മാർത്ഥതയോടും നിഷ്കളങ്കമായും ആയിരിക്കണം. 2, അനീതിക്കും അക്രമത്തിനും കൂട്ടു നിൽക്കാതെ അവയെ നിരസിക്കുകയും അവയോട് പ്രതികരിക്കുകയും ചെയ്യണം. ദൈവജനം സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം തനിക്കില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. 4-ാമത്തെ വാക്യം. ഓരോ വിശ്വാസിയും സത്യത്തിൽ നടക്കണം. അതാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തി. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരാണോ നാം? അനീതിക്കും അസത്യത്തിനും കൂട്ടുനിന്ന് ദൈവകോപം വരുത്തിവെച്ച അനേകരെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5:1 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനന്യാസും സഫീറയും അതിന് ഉദാഹരണമാണ്. വിൽക്കുന്നതിന് മുൻപും വിറ്റ ശേഷവും തങ്ങളുടേതായിരുന്ന സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം മറച്ചു വെച്ചതിന് ശേഷം ബാക്കി അപ്പോസ്തലന്മാരുടെ അടുക്കൽ വയ്ക്കുകയും അസത്യം പറയുകയും ചെയ്തതിനാൽ ഇവർ ദൈവകോപം വരുത്തിവെച്ചു എന്ന ഈ ഭാഗത്ത് പറയുന്നത്. ദൈവത്തോട് വ്യാജം പറയുന്നത് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. പ്രവൃത്തി 5:4-9 വാക്യങ്ങൾ. സഭയെയും സമൂഹത്തെയും നയിക്കേണ്ടുന്ന വിശ്വാസ സമൂഹം ധർമ്മത്തിന് വിരുദ്ധമായിട്ടല്ലേ ഇന്ന് പ്രവർത്തിക്കുന്നത്? യാതൊരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുന്ന വിശ്വാസികളല്ലേ നാം? സത്യം ചെയ്തതുകൊണ്ട് മാത്രം സത്യം പൂർണ്ണമാകില്ല. കോടതികളിൽ വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ പിടിച്ച് സത്യം മാത്രമേ പറയൂ എന്ന് പറഞ്ഞിട്ട് പച്ചക്കള്ളം പറയുന്നത് സാധാരണമായ ഒന്നാണ്. സത്യം പറയുകയും അസത്യത്തിനെതിരായി പ്രതികരിക്കുകയും വേണം. പ്രതികരിക്കുന്നില്ല എങ്കിൽ നാമും സത്യത്തിന് വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത്.
യോഹന്നാന്റെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് രണ്ടാമത്തെ വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഗായുസിൻ്റെ ആത്മാവ് ശുഭമായും സുഖമായും ഇരിക്കുവാനുള്ള കാരണം ഗായു സത്യത്തിൽ നടക്കുകയും സത്യത്തിന് സാക്ഷ്യം പറയുകയും ചെയ്തു എന്നതാണ്. ക്രിസ്തീയ വിശ്വാസി തൻ്റെ ആത്മാവിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകണം. ആത്മാവിൻ്റെ സുരക്ഷ കണ്ടെത്താതെ എത്ര സത്പ്രവൃത്തികൾ ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല. നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ആത്മാവ് ശുഭമായിരിക്കുന്നുവോ? ആത്മാവ് ശുഭമായിരിക്കുമ്പോൾ ശരീരവും മനസ്സും ശുഭമായും സുഖമായും ഇരിക്കും. ഗായസ് നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അതിന് കാരണം താൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്ത സത്യത്തിന് അനുസരണമായി ജീവിച്ചു എന്നതാണ്. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് സാക്ഷ്യം പറയും? ഗായോസ് ദൈവമക്കളെ സ്വീകരിക്കുകയും അവരുമായി കൂട്ടായ്മ ആചരിക്കുകയും അവർക്കായി ചെല്ലിടുകയും ചെയ്തു. ഇന്ന് ദൈവജനമായി കൂട്ടായ്മ ആചരിപ്പാനും അവർക്കായി ചെലവിടുവാനും നമുക്ക് കഴിയുന്നുണ്ട്. സത്യത്തിലും കൂട്ടായ്മയുടെ അനുഭവത്തിലും നടന്ന് ജീവിച്ച് നമ്മുടെ ആത്മാവും ശുഭമായിരിക്കുന്നു എന്ന് ഉറപ്പാക്കാം. കർത്താവേ, സത്യത്തിൽ നടന്ന് സത്യത്തിന് സാക്ഷിയായി ആത്മാവിൻ്റെ ശുഭത ഉറപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. You